ഗോകുൽ കൂടി ചേർന്നു. ഗോകുൽ, വലിയ പ്രതിഷേധം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയാണോ? വലിയ പ്രതിഷേധം തന്നെയാണ്. കാരണം സാധാരണ വന്ന ഒരു യോഗമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ജലപീരങ്കിയിലേക്കൊക്കെ പോകാറ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. നേരെ മാർച്ച് ഇവിടേക്ക് എത്തിയതും പട്ടാളം റോഡിലേക്ക് എത്തിയതും പ്രവർത്തകർ ഓടി വന്ന് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യ റൗണ്ട് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. ശക്തമായി തന്നെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതേസമയം തന്നെ സമാധാനം പരമായി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഒരു ബാനറും പോലീസ് ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു സംഘർഷം തന്നെ പോലീസ് മുന്നിൽ കണ്ടിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം 5 BJP പ്രവർത്തകർക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ പരിക്കുപറ്റിയത്. സ്വാഭാവികമായും വലിയൊരു വൈകാരിക പ്രകടനം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതും ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനനുസരിച്ച രീതിയിൽ തന്നെയാണ് വലിയ പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. അവർ തുടക്കത്തിൽ തന്നെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ആ തുടക്കം തന്നെ ഈ വരൽ ഉപയോഗിച്ച് ജലപീരങ്കി ഉപയോഗിച്ച് അത് ജലപീരങ്കി പോലീസ് പ്രഹരിച്ചു. ഏകദേശം കുറച്ചധികം സമയം തന്നെ ഈ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നിർത്തി. അതിനുശേഷം വീണ്ടും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ളൊരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്ക് ജില്ലാ നേതാക്കളെ കാണാം. ഹരി മുന്നിൽ തന്നെ ജാഥയ്ക്ക് മുന്നിൽ തന്നെ നിൽക്കുന്നത് കാണാം. അങ്ങനെ മറ്റ് ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഈ ജാഥയുടെ മുന്നിൽ തന്നെയുണ്ട്. അത്തരത്തിൽ വീണ്ടും ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ്. വനിതാ പ്രവർത്തകരടക്കം കുറച്ചുകൂടി വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. കൂടുതൽ ജില്ലാ നേതാക്കളടക്കം ഈ ബാരിക്കേഡിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് മുദ്രാവാക്യം വിളിയുമായി തങ്ങൾ ഈ ഓഫീസിലേക്ക്, കമ്മീഷണർ ഓഫീസിൽ അതിന് മുന്നിലേക്ക് വരെ പ്രകടനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് കാണാം. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം മറുഭാഗത്തും നടക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഈ പട്ടാളം റൂട്ടിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ BJP പ്രവർത്തകർ, നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. തൃശ്ശൂരിൽ BJPയുടെ പ്രതിഷേധം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയെന്ന വണ്ണമാണ് ഇന്ന് BJP പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ BJP CPM സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. അവരെ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി കാണുകയും ചെയ്തു. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സംഘർഷഭരിതമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ BJP പ്രവർത്തകർക്കടക്കം പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് BJP കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയാനുള്ള ശ്രമം നടത്തുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗം. BJPയുടെ കമ്മീഷണർ ഓഫീസ് മാർച്ചാണ്. അവിടെയാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രതിരോധിച്ചു. ശേഷം ഇതാ രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇന്നലെ ഉണ്ടായ സംഘർഷാവസ്ഥകളിൽ പ്രതിഷേധിച്ചാണ് BJP ഇന്ന് ഈ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തുകയും സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ
കരിയോയിൽ ഒഴിക്കുകയും ചെയ്തത്. തുടർന്ന് BJP CPM സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. BJP പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റ പ്രവർത്തകരെ ഇന്ന് രാവിലെ സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി കണ്ടു. ശേഷം അദ്ദേഹം കോതമംഗലത്തേക്ക് പോയി. കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഇരട്ട വോട്ട് വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. നേരത്തെ KS സുരേന്ദ്രനാണ് പ്രതികരണം അറിയിച്ചത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്, അതുകൊണ്ട് പാർട്ടിയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. ഒപ്പം തന്നെ 60,000 വോട്ടുകളൊക്കെ തങ്ങൾ കള്ളവോട്ട് ചേർത്തിരുന്നുവെങ്കിൽ ഈ UDF-ഉം LDF-ഉം എന്തു നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത്. വിരലെണ്ണാവുന്ന വോട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനെ വിലവയ്ക്കുന്നില്ല എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ് ഇപ്പോൾ 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രവർത്തകർ പിന്നോട്ടില്ല എന്ന് തന്നെയാണോ?